ഞാൻ എൻ്റെ കാലഘട്ടത്തിൽ ഞാൻ മാത്രമുള്ളതെന്ന് പേടിച്ചിരുന്നൊരു സമയമുണ്ട്. ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു മിനിറ്റിനുള്ളിലോ സെക്കൻഡിനുള്ളിലോ മണിക്കൂറിനുള്ളിലോ ഇവിടെ ആക്രമിക്കപ്പെടുന്നുണ്ടെന്നാണ് കണക്ക്. ഇതിനു മുമ്പും രാഷ്ട്രീയ നേതാക്കന്മാർ ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അവർ ജയിൽവാസം അനുഭവിച്ച് തിരിച്ചു വന്നിട്ടുണ്ട്. അത് മാഞ്ഞു പോവുകയും ചെയ്യും. സ്ത്രീകൾ തന്നെ സ്ത്രീകൾക്കെതിരെ സംസാരിക്കുന്ന ഒരു പ്രവണത ഇല്ലാതാവണം. നമുക്കിപ്പോഴും ജാതിക്കോളം അടയാളപ്പെടുത്തണം. വേടൻ സംസാരിക്കുന്നത് രാഷ്ട്രീയമാണ്, പൊളിറ്റിക്സ് ആണ്, വേടന്റെ ഭാഷയാണ്. അതെ, ഇവിടെ ഒരുപാട് കാര്യങ്ങളിലെ പ്രത്യേകത ഉണ്ട്. ഇപ്പൊ ഒരു നെപ്പോ കിഡ് ആണെങ്കിൽ പോലും അഭിനയിക്കാൻ അറിയാത്തവർക്ക് ഇവിടെ നിലനിൽക്കാൻ പറ്റില്ല. ഡെഫിനറ്റ്ലി അതുകൊണ്ടാണ് ഇപ്പം നമ്മുടെ ഒത്തിരി സിനിമകളെ ബോളിവുഡിലൊക്കെ ഉള്ള ആളുകൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ അടുത്ത അത്തരം സിനിമകൾ ഒത്തിരി ഉണ്ടായിരുന്നു, അവർ കാണാത്തതിന്റെ പ്രശ്നമാണ്. നല്ല സിനിമകൾ ഉണ്ടായിരുന്നു നമ്മുടെ ഇടയിൽ. ഇപ്പം ഡോക്ടർ ബിജുവിനെ പോലുള്ള ആളുകള്, അടൂറിനെ പോലുള്ള ആളുകളൊക്കെ എടുക്കുന്ന നല്ല നല്ല സിനിമകൾ, അരവിന്ദൻ, പത്മരാജൻ ഉള്ള നല്ല ഡയറക്ടേഴ്സിന് നല്ല സിനിമകൾ നമുക്ക് കണ്ടിട്ടുണ്ട്, നമ്മൾ ഒത്തിരി അനുഭവിച്ചിട്ടുണ്ട്. അപ്പം ഇതൊന്നും ഇവർ കണ്ടിട്ടില്ല. ഇവരിപ്പോൾ എടുക്കുന്ന എന്താ പറയുക, ചിദംബരത്തിൻ്റെ മഞ്ഞുമൽ ബോയ്സ്, അല്ലെങ്കിൽ ആഷിഖ് കപൂറിൻ്റെ സിനിമകള്, അമൽ നീരദ് സിനിമകള്, ഇങ്ങനെയൊക്കെയാണ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിനു മുമ്പ് സിനിമകളുണ്ട്. പക്ഷെ അവർക്ക് ഇപ്പൊ ഇങ്ങനെയുള്ള സിനിമകൾ കാണുമ്പോൾ അവർക്ക് ഭയങ്കര എന്താ പറയാ, ക്യൂരിയോസിറ്റി, ഭയങ്കര സംഭവം. ഡെഫിനറ്റ്ലി. അപ്പം അവരുടെ സിനിമകൾ ഇപ്പോഴും മാറ്റമൊന്നുമില്ല. ഡെഫിനറ്റ്ലി. നമ്മള് ഇപ്പം നെറ്റ്ഫ്ലിക്സിലൊക്കെ സീരീസ് ഒക്കെ കാണുമ്പോഴും സിനിമകളൊക്കെ കാണുമ്പോഴും കുറച്ചെങ്കിലും ഒരു ചേഞ്ച് വരുത്താൻ ഇൻഫ്ലുവൻസ് ആയിട്ട് പറ്റിയിട്ടുണ്ട് അവർക്ക്. അപ്പം അപ്പൊ അതൊരു നല്ല കാര്യമാണ്. ഇപ്പൊ തമിഴിലാണെങ്കിലും അങ്ങനെ എക്സ്പെരിമെന്റൽ മൂവീസ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ പാരഞ്ജിത്തിന്റെ, മാരി സെൽവരാജിന്റെ, വിട്രിമാറിന്റെ ഒക്കെ സിനിമകൾ അങ്ങനെ ഒരു എക്സ്പെരിമെന്റൽ ആയിട്ടുള്ള ആർട്ടിസ്റ്റിക് മൂവി തലത്തിലേക്ക്. പക്ഷെ എന്ന് വെച്ചാൽ കാസ്റ്റ് ബേസ്ഡ് ആയിട്ട് അവര് കാസ്റ്റ് ബേസ്ഡ് സംസാരിക്കുന്നുണ്ട്. അന്ന് സിനിമയുടെ കാസ്റ്റിങ്ങിൽ അതൊരു ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ വലിയ വലിയ ആക്ടേഴ്സ് ഒക്കെയാണ് അതിൽ അഭിനയിക്കുന്നത്. പക്ഷെ എന്നിരുന്നാലും അത്തരം സിനിമകൾ അഭിനയിക്കാൻ ആ ആക്ടേഴ്സ് തയ്യാറാവുന്നുണ്ടോ എന്നുള്ളതാണ്. ഇവിടെയും അങ്ങനെ മാറ്റം ഉണ്ടാവുന്നുണ്ടല്ലോ. അതും ഇപ്പൊ എൻ്റെ ലൈഫിൽ ഇപ്പം നമുക്ക് എപ്പോഴും അങ്ങനെ കഥാപാത്രങ്ങൾ കിട്ടണം എന്നില്ല. ഇപ്പൊ ഒരു കഥ പറയുമ്പോൾ അതിൽ ട്രാൻസ് വ്യക്തികൾ പലപ്പോഴും ഇങ്ങനെ വിചാരിക്കാറുണ്ട് എന്തുകൊണ്ട് നമുക്ക് സിനിമ കിട്ടുന്നില്ല എന്നുള്ളത്. ഇപ്പൊ ഒരു സ്ക്രിപ്റ്റ് എഴുതിയാൽ മാത്രമാണ് അതൊരു സിനിമയാവുന്നത്. ആ സ്ക്രിപ്റ്റിൽ അത്തരം ഒരു കഥാപാത്രത്തിന്റെ ആവശ്യകത ഉണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. പക്ഷേ അങ്ങനെ കഥ എഴുതിയിട്ടും ആ കഥാപാത്രത്തിലേക്ക് ഒരു യഥാർത്ഥ ട്രാൻസ് വ്യക്തിക്ക് അത് കിട്ടാണ്ടാവുമ്പോഴാണ് നമുക്കുള്ള പ്രശ്നം. മനസ്സിലായ? അവിടെ മറ്റൊരു കാസ്റ്റിംഗ് നടക്കുമ്പോഴാണ് അതൊരു പ്രശ്നം. ചിലപ്പോ ഒരു പുരുഷനായിരിക്കും. ഡെഫിനറ്റ്ലി. ഇപ്പൊ ഒരു ട്രാൻസ് കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് എപ്പോഴും ഒരു മെയിൽ ക്യാരക്ടർ. അങ്ങനെ ഒരു കഥാപാത്രം ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ജിയോനോട് ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് എന്തുകൊണ്ട് മമ്മൂക്ക എന്നുള്ളത്. അപ്പം ജിയോ പറഞ്ഞത് അതൊരു വാല്യൂ ആണ്. കാരണം അല്ലെങ്കിൽ ആ സിനിമ കാണൂല ആരും. കാരണം അത്രത്തോളം ഹോമോഫോബിക് ആയിട്ടുള്ള സൊസൈറ്റിയിലാണ് ഈ സിനിമ കൊണ്ടുപോകുന്നത്. അപ്പൊ ആ സിനിമ തന്നെ 5 രാജ്യങ്ങളിൽ നിഷേധിക്കപ്പെട്ടല്ലോ. ഇപ്പം പ്രദർശനാനുമതി ഉണ്ടായിരുന്നില്ല GC കൺട്രീസിൽ. അപ്പം അങ്ങനെയാണ് സിനിമ, അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് വാല്യൂ, ആർട്ടിസ്റ്റ് വാല്യൂ തന്നെയാണ്. നമുക്കത് പറയാം. പക്ഷെ എന്നിരുന്നാലും അതിൻ്റെ ഒരു നരേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഏരിയ നമ്മൾ വാച്ച് ചെയ്യുമ്പോഴും അതിനെ നമുക്ക് മനസ്സിലാവുമ്പോഴും അങ്ങനെയാണ്. കാരണം അതിപ്പം എന്താ പറയാ, അങ്ങനെ ഒത്തിരി സിനിമകൾ പാളിപ്പോയിട്ടുണ്ട്, നല്ല സിനിമകൾ ഇല്ലാണ്ടായി പോയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ അഭിനയിച്ച ആഭാസം വളരെ ബ്യൂട്ടിഫുൾ മൂവിയാണ്. പക്ഷെ അത് ഇപ്പൊ ഇറങ്ങുകയാണെങ്കിൽ അത് വല്ലാത്ത സെൻസറിങ് നേരിടേണ്ട ഒരു കാര്യമാണത്. അപ്പം എനിക്ക് അനാവശ്യമായിട്ട് സെൻസറിങ് നടക്കുന്ന പോലെ തോന്നില്ല ഒരുപാട് മൂവീസ് ഇപ്പോ. അത് ഇപ്പം നമ്മുടെ സമൂഹം ഇപ്പോഴും ആ കടിഞ്ഞാണിലാണ്. നമുക്ക് ശരീരങ്ങളെ അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുന്നത് പ്രശ്നമാണ്, സെക്ഷുവാലിറ്റിനെ എക്സ്പീരിയൻസ് ചെയ്യുന്നത് പ്രശ്നമാണ്, പ്രണയത്തെ, റൊമാൻസിനെ ഒന്നും എക്സ്പീരിയൻസ്, അത് ബുദ്ധിമുട്ടാണ്. നമ്മുടെ സിനിമ അത്രത്തോളം വളർന്നിട്ടില്ല ഇന്നും ആൾക്കാർക്ക്. ഇപ്പം നമ്മളിപ്പം വെച്ചാല് ഓൾ വി ഇമാജിനേഷനിലെ കാനിൽ പോയി സമ്മാനം നേടി. ബട്ട് നമ്മൾ അതിനെ കുറിച്ചല്ല സംസാരിച്ചത്. ദിവ്യപ്രഭ എങ്ങനെയാണ് ഉടുപ്പൂരിതാന്നാണ് നമ്മൾ സംസാരിക്കുന്നത്. ആ ഒരു സീന് കാണണം. അങ്ങനെ ഒരു സെക്ഷലൈസ് ചെയ്തിട്ടുള്ള തമാശകള് ആൺകുട്ടികളുടെ ഭാഗത്ത്. നമ്മുടെ സമൂഹം ഇപ്പോഴും അങ്ങനെ മാറിയിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ,
ഞാൻ 2000-ലാണ് ബാംഗ്ലൂരിൽ പോകുന്നത്. ആ നഗരം എത്രത്തോളം എന്നെ ഇൻഫ്ലുവൻസ് ആക്കി എന്നുള്ളത് ആ നഗരത്തിന്റെ പ്രത്യേകതയാണ്, ആ സമൂഹത്തിന്റെയും. ദെൻ ഞാൻ 2005 ഇവിടെ വരുമ്പോഴും ഇവിടെ ഒന്നും ഒരു മാറ്റമില്ല, ഇപ്പോഴും മാറ്റമില്ല. അപ്പൊ ഞാൻ ആ നാട്ടിൽ ജീവിച്ചത് എന്തുകൊണ്ടാണ് നമ്മുടെ കുട്ടികളൊക്കെ അങ്ങോട്ട് പോകുന്നത്? ഇവിടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇല്ലാണ്ടല്ല, ഇവിടെ അത്തരത്തിലുള്ള എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളോ വിദ്യാലയങ്ങളോ ഇല്ലാഞ്ഞിട്ടല്ല, സാഹചര്യം. കാരണം കുറച്ചുകൂടി എക്സ്പീരിയൻസ്ഡ്, കുറച്ചുകൂടി എക്സ്പോഷർ കിട്ടുന്ന ഒരു സ്ഥലം കൂടിയാണ് അത്. ഫ്രീഡം ഉണ്ട്, അവർക്ക് അവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇവിടെ അതില്ല. ഇവിടെ നമ്മൾ ഇപ്പോഴും ഒരു കടിഞ്ഞാണിടുന്ന പോലെയാണ് ഈ സമൂഹത്തിലുള്ളത്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഓരോ ഇടങ്ങളും. അപ്പൊ ഇത് തന്നെയാണ് സിനിമയിൽ ഞാൻ അനുഭവിക്കുന്നതും. ഇപ്പം ഞാൻ സിനിമ ഇപ്പം അങ്ങനെ ഒരു ചേഞ്ച് ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത് ഇപ്പം ഞങ്ങളുടെ കമ്മ്യൂണിറ്റിപ്പെട്ട ഒത്തിരി പേര് അഭിനയിക്കുന്നുണ്ട്. അതുപോലെ മേക്കേഴ്സ് ഇങ്ങനെയുള്ള സിനിമകൾ എഴുതുമ്പോൾ ആലോചിക്കും, അതിലുള്ള പൊളിറ്റിക്കലി കറക്റ്റ്നെസ്സിനെ കുറിച്ച് ആലോചിക്കും അവര്, അല്ലേ? പണ്ട് അങ്ങനെയല്ല, ആരെന്തും പറയാം. ഇന്നിപ്പോ അത് ആലോചിക്കും, ഇത് എഴുതിയ തെറ്റായിരിക്കും, ശരിയല്ല എന്നുള്ളത്. മാത്രമല്ല നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള കാസ്റ്റിംഗ് വരുന്നുണ്ട്, അത് നല്ലൊരു കാര്യമാണ്. പിന്നെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് സ്ക്രിപ്റ്റുകൾ എഴുതാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, പലരും പഠിക്കുന്നുണ്ട്, സിനിമ പഠിക്കുന്ന ആളുകളുണ്ട്, വ്യത്യസ്ത ഏരിയയിലേക്ക് പോകുന്നുണ്ട്. ഇപ്പം ആർട്ടിസ്റ്റിൽ മേക്കപ്പ് ആർട്ടിസ്റ്റുകളായിട്ട് ഒത്തിരി പേരുണ്ട്. ഇപ്പോൾ ഫെഫ്കയിലൊക്കെ മെമ്പർഷിപ്പുള്ള മേക്കപ്പ് ആർട്ടിസ്റ്റുകളുണ്ട്. സിനിമാ സംഘടനയുമായി ഫിലിം ഫെസ്റ്റിവലായിട്ട് ഞാൻ 2016 മുതൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. അപ്പം എൻ്റെ സമൂഹത്തിൽപ്പെട്ട വേറെ പലരും അങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഉള്ളൊരു ഇൻക്ലൂഷൻ ഇതിലുണ്ട്, ഈ മേഖലയിലുണ്ട്. അപ്പം അത് ഇപ്പോൾ പലരും സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ എന്നെയൊക്കെ കോൺവെർസേഷൻ ഉണ്ടാവുന്നുണ്ട്, ശീതൾ ഇതെങ്ങനെയാണ് പറയേണ്ടത്. ചില സ്ക്രിപ്റ്റ് കൊണ്ടുവന്ന് തരാറുണ്ട്, ശീതൾ ഇത് വായിച്ചിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറയാറുണ്ട്. ഷോർട്ട് ഫിലിം എടുക്കുന്ന സ്റ്റുഡൻസ് പറയാറുണ്ട്. ഇപ്പം ഞാൻ കഴിഞ്ഞ സെന്റ് തെരേസസിലെ ഷോർട്ട് ഫിലിമിന്റെ ജൂറി ആയിരുന്നു. അപ്പോൾ അതിലും ക്യൂർ സിനിമകൾ ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമാവുന്നു അങ്ങനെയൊക്കെ. ഡെഫിനറ്റ്ലി. ഇപ്പം നമ്മളിപ്പം ബോളിവുഡിലൊക്കെ അതിനൊരു, ഹോളിവുഡിലും ബോളിവുഡിലൊക്കെ അതിനൊരു ഇൻസ്പിറേഷൻ ഉണ്ടല്ലോ. അപ്പം നമുക്ക് അങ്ങനെ ഒരു ചേഞ്ച് ഉണ്ടാവുന്നത് ലോകത്തിന്റെ ആ ഒരു ചേഞ്ച് തന്നെയാണ് ഇവിടെ അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. കുറച്ചുകൂടി ബെറ്റർ ആവുന്നുണ്ട്. നമ്മുടെ സിനിമയിൽ ഒരു കാലത്ത് ട്രാൻസ് വ്യക്തികളെ പോർട്രേ ചെയ്യുന്ന രീതിയും ഇപ്പോഴും പോർട്രേ ചെയ്യുന്ന ഒരു രീതി ഉണ്ടല്ലോ, അതിലൊരു വ്യത്യാസം കാണുന്നില്ലേ? ഉണ്ട്. ഇപ്പം നമ്മൾ പണ്ടൊക്കെ ഒരു സിനിമ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പം നമ്മൾ പറയും ചാന്തുവട്ടാന്ന്, അതല്ല. അതിന് മുമ്പ് തന്നെ ജഗജീൻ്റെ ഒരു സിനിമയുണ്ട്, പഴയൊരു മൂവിയാണ്. അതുപോലെ രാധ എന്നൊരു ക്യാരക്ടർ അവതരിപ്പിച്ചത് കുഞ്ചൻ ചേട്ടൻ്റെ ഒരു പഴയ മൂവിയിൽ. സിനിമയുടെ പേര് എനിക്ക് ഓർമ്മയില്ല, സീക്വൻസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അതിലൊക്കെ ശ്രേണതയുള്ള കഥാപാത്രങ്ങളെ കണ്ടിട്ടുണ്ട്. പിന്നെ ചാന്തുവട്ടിനെ പോലുള്ള സിനിമകൾ വരുന്നു. പക്ഷെ അതൊരു ട്രാൻസ് മൂവി അല്ല, പക്ഷെ അതേസമയം അതൊരു ക്യൂർ ഫോബിയ പടർത്തുന്ന ഒരു മൂവി ആയിരുന്നു എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ചേഞ്ചായി വന്ന് മേരിക്കുട്ടിയിലേക്ക് എത്തി നിൽക്കുമ്പോൾ എല്ലാവരും പറയും ഇതാണ് ട്രാൻസ് മൂവി. പക്ഷെ മേരിക്കുട്ടി ഒരു സിനിമയാണ്, പക്ഷെ അതൊരു ട്രാൻസ് മൂവി ആണെന്ന് നമുക്ക് ഫുള്ളായിട്ട് അങ്ങനെ പറയാൻ പറ്റില്ല. ഇറ്റ്സ് എ മൂവി. പക്ഷെ അത് കുറച്ചും കൂടിയും നല്ല രീതിയിൽ എടുക്കാമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഡെഫിനറ്റ്ലി. ഇപ്പം അവര് ഇത്തരത്തിലുള്ള വേറെ മൂവികളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് കുറച്ചും കൂടിയും എക്സ്പീരിയൻസ്ഡ് ആയിരുന്നു. ഇപ്പോൾ ഡാനിഷ് ഗേളിനെ പോലുള്ള സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലൊക്കെ നല്ല ഇത് കിട്ടുമായിരുന്നു. അപ്പം നല്ല നടനുള്ള അവാർഡ് കിട്ടിയ കന്നഡ നടൻ സഞ്ചാരി വിജയ്. അപ്പോൾ അദ്ദേഹം അഭിനയിച്ച സിനിമയാണ് ഞാനും അവളല്ലേ. അത് ആ സ്ക്രിപ്റ്റ് എഴുതിയത് ഒരു ട്രാൻസ് വുമൺ ആണ്, സ്മൈലി വിദ്യ എന്ന് പറഞ്ഞിട്ട്. 19 സ്റ്റേറ്റ് നാഷണൽ അവാർഡ് വിന്നറാ ആ സിനിമ സ്ക്രിപ്റ്റിന്. സഞ്ചാരി വിജയ്ക്ക് അതിൽ അവാർഡ് കിട്ടി അഭിനയത്തിന്. അപ്പം അതിൽ വളരെ യഥാർത്ഥ ജീവിതം പറയുന്നൊരു സിനിമയായിരുന്നു അത്. അതുപോലെ ഒത്തിരി സിനിമകളുണ്ട് പല ഭാഷകളിലും. അപ്പം ഇങ്ങനെ സിനിമകളെ അപ്രോച്ച് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടിയും ഒരു പ്രാക്ടിക്കലായിട്ടുള്ള അപ്രോച്ച് ഇപ്പം ചെയ്യുന്നുണ്ട്. പണ്ട് അങ്ങനെ ആയിരുന്നില്ല. അവരെങ്ങനെയോ ഒരു നരേഷൻ ചെയ്യുന്നു, അതിനെ കളിയാക്കി മോശപ്പെടുത്തി ഒക്കെ ചെയ്യുന്നുണ്ട്. ബട്ട് ഇപ്പം അവർ ആലോചിക്കുന്നുണ്ട്. അപ്പം അത് ബെറ്ററാണ്. അതിപ്പം നമ്മുടെ കാര്യത്തിൽ മാത്രമല്ല, സ്ത്രീകളെ എങ്ങനെയാണ് വുമൺസ് റെപ്രസെൻറ്റേഷൻ സിനിമയിൽ, സ്ത്രീപക്ഷ കഥകൾ പറയുന്ന സിനിമകളിൽ മാത്രമല്ല, ഇപ്പോൾ ഒരു മെയിൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സിനിമയിൽ പോലും സ്ത്രീകളെ നരേഷൻ കൊടുക്കുമ്പോൾ അത് കുറച്ചുകൂടി ബഹുമാനപൂർവ്വം, പണ്ട് നമ്മൾ ഉപയോഗിച്ചിരുന്ന വാക്കുകളൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല.
കാരണം അത് തെറ്റാണ്. കാരണം നമ്മൾ കുറച്ചുകൂടി ബോധം ഉണ്ടായി തുടങ്ങി നമ്മുടെ സമൂഹത്തിന്, മേക്കേഴ്സിന് കുറച്ചുകൂടി അതിനെക്കുറിച്ച് നോളജ് ഉണ്ടായി. അതുകൊണ്ട് തന്നെ ആ നരേഷനിൽ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. പക്ഷെ എന്നിരുന്നാലും ഉണ്ട് കേട്ടോ. അപ്പം കുറച്ച് നാൾ മുമ്പ് ഇറങ്ങിയ സിനിമയാണ് വിനീത് ശ്രീനിവാസിന്റെ. അത് വല്ലാത്ത ഒരു സിനിമയാണ്. എനിക്ക് അതിൽ അഭിനയിച്ചത് എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള പെൺസുഹൃത്തുക്കളാണ്. അവര് ക്യൂർ പൊളിറ്റിക്സ് പറയുന്ന സ്ത്രീകളും കൂടിയാ. അപ്പൊ എനിക്ക് ഞാൻ അവരോടൊന്നും ചോദിച്ചില്ലായിരുന്നു. പക്ഷെ അവര് പലപ്പോഴും ഇന്റർവ്യൂസിലൊക്കെ പറഞ്ഞിട്ട് പറ്റിപ്പോയി എന്നുള്ളത്. അങ്ങനെ ചെയ്തു പോയി. പക്ഷെ അത് എങ്ങനെയാണ് പറ്റിപ്പോകുന്നത് അല്ലേ? നമ്മൾ സ്ക്രിപ്റ്റ് വായിക്കാതെയോ വാക്ക് പറയാതെയൊക്കെ അങ്ങനെ അത് എത്രത്തോളം മോശപ്പെട്ട ഒരു അവസ്ഥയാണെന്നുള്ളത്. അങ്ങനെ ഇപ്പോഴും ആ സിനിമ എത്ര പേർക്ക് അത് ഹേർട്ട് ആവുന്നുണ്ട്. അവർക്ക് അതിനെ നമ്മളൊരു സിനിമ ഹാർട്ടായിട്ടാണ് കാണാൻ പോകുന്നത്. നമുക്കത് ഒട്ടും ആസ്വദിക്കാൻ പറ്റില്ല. ഞാനും കണ്ടിട്ടില്ല ആ സിനിമ. അപ്പൊ ഇവരെ വിചാരം ഇതിങ്ങനെ കാണുമ്പോ അല്ല സിനിമയായിട്ട് കുറെ ആളുകൾ എടുക്കും. ഇല്ല, ഇൻഫ്ലുവൻസ് ആവും, തള്ളിക്കളയും അത് അത്തരം സിനിമകളെ. ട്രാൻസ് വ്യക്തികൾ നേരിടുന്ന കുറെ വെല്ലുവിളികളുണ്ട്. ഇപ്പം ലൈംഗിക തൊഴിൽ ചെയ്യുന്ന മേഖലയിലായാലും സാധാ തൊഴിലായാലും വിദ്യാഭ്യാസ മേഖലയിലായാലും ഇവർക്ക് ഇന്നും കുറെ വെല്ലുവിളികൾ നേരിടേണ്ടി വരുന്നുണ്ട്. ഈ ഒരു കാലത്തിൽ സർക്കാരിന്റെ നയങ്ങൾ എത്രത്തോളം ഫലപ്രദമാണ്? അല്ല, നമുക്ക് ഇപ്പൊ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ വിസിബിലിറ്റിയിൽ വളരെ കുറഞ്ഞൊരു സ്ഥലമായിരുന്നു കേരളം. പക്ഷെ മറ്റ് സംസ്ഥാനങ്ങളിൽ ആ വിസിബിലിറ്റി കൊണ്ട് കുറച്ചെങ്കിലും അവിടെ സാമൂഹികമായിട്ട് കുറച്ചെങ്കിലും അപ്രോച്ചബിൾ ആയിരുന്ന ഒരു സമൂഹമായിരുന്നു അവര്. കൾച്ചർ ഡെവലപ്മെന്റ് കൊണ്ടൊക്കെ കൾച്ചറലി ഉള്ള ഒരു കമ്മ്യൂണിറ്റി സിസ്റ്റം അവിടെയുണ്ട്. നമ്മുടെ നാട്ടിൽ അതില്ലാത്തതിന്റെ പ്രധാന പ്രശ്നം നമ്മൾ അത്ര വിസിബിൾ ആയിരുന്നില്ല. നമ്മുടെ നാട് അത്ര പുരോഗമനമാണെന്ന് പറഞ്ഞാൽ പോലും അത്ര പുരോഗമനമായിരുന്നില്ല എന്നുള്ളത്. അപ്പൊ നമുക്ക് കുറച്ചുകൂടി അപ്രോച്ചബിൾ ആവാൻ പറ്റിയത് സർക്കാരിൻ്റെ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഒരു കണക്ഷൻ അല്ലെങ്കിൽ അവര് നമുക്ക് തന്നിട്ടുള്ളൊരു സപ്പോർട്ട് സിസ്റ്റമാണ്. അത് 2015-14 കാലഘട്ടങ്ങളിലാണ് ഒരു അപ്രോച്ച് ഉണ്ടാവുന്നത്. ദെൻ 16 മുതൽ നമുക്ക് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു ഹോൾ ചേഞ്ചസ് UDF സർക്കാരിൻ്റെ കാലത്താണ് പോളിസി കൊണ്ടുവന്നതും പോളിസി ഡെവലപ്പ് ചെയ്യുന്നതും സർവേ ഡെവലപ്പ് ചെയ്യുന്നതും. പക്ഷെ LDFന്റെ കാലഘട്ടത്തിലാണ് പോളിസി ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അതിലുപരി ബജറ്റ് അലോക്കേഷൻ. അപ്പൊ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു പോളിസി ഇംപ്ലിമെന്റേഷൻ നടക്കുന്ന ഒരു സംസ്ഥാനം കേരള ആവുന്നു. ബജറ്റ് അലോക്കേഷൻ നടക്കുന്ന സംസ്ഥാനം കേരള ആവുന്നു. ഇന്ത്യയിൽ ആദ്യം ഒരു ജസ്റ്റിസ് ബോർഡ് രൂപീകരിക്കുന്ന സംസ്ഥാനം കേരള ആവുന്നു. അങ്ങനെ പല കാര്യങ്ങളിൽ കേരളം മുൻപന്തിയിലായി പോകുന്നുണ്ട്. അപ്പൊ ഇത് പലപ്പോഴും മറ്റ് സംസ്ഥാനങ്ങളിലെ കമ്മ്യൂണിറ്റികൾക്കിടയിൽ എങ്ങനെയാണ് ഇത് സംഭവിച്ചതെന്നുള്ളൊരു ചോദ്യമുണ്ട്. ആസ് ആൻ ആക്ടിവിസ്റ്റ് ഞാൻ പല കൺസൾട്ടേഷനും മറ്റ് സംസ്ഥാനങ്ങളിൽ പോകുമ്പോൾ അവർ ചോദിക്കും, എങ്ങനെയാണ് ശീതൽ നിങ്ങളുടെ നാട്ടിൽ ഇത്രയും ചേഞ്ചസ് ഉണ്ടായിട്ടുള്ളത്? അപ്പം ഞാൻ പറയും, അത് നമുക്ക് ഇവിടുത്തെ ഭരണകൂടം തന്നിട്ടുള്ള ഒരു പരിഗണന തന്നെയാണ്. അത് ഒരു മാന്യമായിട്ടുള്ള ഒരു പരിഗണനയാണ്. അതൊരു ഔദാര്യത്തിൻ്റെ പരിഗണനയല്ല എന്ന് പലപ്പോഴും ഞാൻ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. നമുക്കറിയാം പല സ്റ്റേറ്റുകളിലും മിനിസ്റ്റേഴ്സിനെ വിസിറ്റ് ചെയ്യണമെങ്കിൽ ഇത്തരം പോളിസി മേക്കൊക്കെ ചെയ്യണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്, ഒട്ടും അപ്രോച്ചബിൾ അല്ല. ഇപ്പം നമുക്കാണെങ്കിൽ വളരെ ഈസിയാണ്. ഇപ്പം ഒരു മന്ത്രി വാട്സപ്പ് ഗ്രൂപ്പിൽ അല്ലെങ്കിൽ വാട്സപ്പിൽ നമുക്ക് മിനിസ്റ്ററോട് സംസാരിക്കാൻ പറയുന്ന ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. പക്ഷെ അവിടുത്തെ കമ്മ്യൂണിറ്റികൾക്ക് ഇപ്പോഴും അത് പറ്റിയിട്ടില്ല. ഇപ്പം കർണാടകയിലായാലും തമിഴിലായാലും ഇപ്പം തമിഴ്നാട്ടിലൊക്കെ മാറ്റമുണ്ട്. പക്ഷെ നമുക്ക് ഇപ്പോഴും അങ്ങനെ വലിയൊരു ചേഞ്ച് ഉണ്ട്. നമുക്കിപ്പോൾ എല്ലാ സമയത്തും ബഡ്ജറ്റ് അലോക്കേഷൻ ഉണ്ടായിട്ടുണ്ട്. പ്രോജക്റ്റ് ഇപ്പം നാഷണൽ ഗവൺമെന്റ് പ്രോജക്റ്റ് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെ 2018 പ്രൊജക്റ്റ് വന്നു, റെയിൻബോ പ്രോജക്റ്റ്, മഴവിൽ പദ്ധതി, ശൈല ടീച്ചറുടെ ഭാഗത്ത് നിന്ന്. അപ്പം അതിലാണ് ആരോഗ്യം, വിദ്യാഭ്യാസം, തൊഴിൽ, നൈപുണ്യ പരിശീലനം, സാമ്പത്തികം, ഫാമിലി, ഇൻസ്റ്റിറ്റ്യൂഷൻ ഇതെല്ലാം വരുന്നത്. അപ്പം അത് വന്നോട് കൂടിയിട്ടാണ് ഒത്തിരി എന്താ പറയുക വെൽഫെയർ സ്കീമുകൾ ഉണ്ടാവുന്നത്. അപ്പം നമ്മുടെ ലവ്ലിഹുഡ് തന്നെ മാറി. അപ്പം നമ്മുടെ ജീവിത സാഹചര്യം മാറുന്നതോടനുസരിച്ച് തന്നെ സമൂഹം മാറുന്നുണ്ട്. ഇപ്പോൾ ഗവൺമെന്റ് ഇത്തരം പോളിസി കൊണ്ടുവന്നത് കൊണ്ട് മാത്രം ഈ ചേഞ്ച് ഉണ്ടാവുന്നില്ല. ഇപ്പോൾ നമ്മുടെ കലാമേഖലകളിലൊരു ചേഞ്ച് ഉണ്ടാവുന്നുണ്ട്,
കൾച്ചറിൽ ചേഞ്ച് ഉണ്ടാവുന്നുണ്ട്, നമ്മുടെ മീഡിയ സെൻസിറ്റൈസേഷൻ ഉണ്ടാവുന്നുണ്ട്, അഡ്വക്കസി ഉണ്ടാവുന്നുണ്ട്, അതുപോലെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടാവുന്നുണ്ട്, നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറിൽ ഉണ്ടാവുന്നുണ്ട്. ഇപ്പം ട്രാൻസ് വ്യക്തികൾക്ക് വേണ്ടി ടോയ്ലറ്റ് സംവിധാനം, ജെൻഡർ ന്യൂട്രൽ ടോയ്ലറ്റ്സ്, അതൊക്കെ ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഭാഗമാണ്. അതുപോലെ അവർക്ക് വേണ്ടി സീറ്റ് സംവരണം ചെയ്യുന്നത്, മനസ്സിലായോ? അപ്പം അങ്ങനെ പിന്നെ നമുക്ക് വേണ്ടി സാഹിത്യ അക്കാദമി പോലുള്ള സംഭവങ്ങൾ, തിയേറ്റർ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ, സംഗീത നാടകം തിയേറ്റർ ഗ്രൂപ്പ് ഉണ്ടാക്കാനുള്ള ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നത്, അതുപോലെ ഫിലിം ഫെസ്റ്റിവലുകൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്, അപ്പം അതൊക്കെ ആർട്സിന്റെ മേഖലയിൽ അങ്ങനെ ചേഞ്ച് വരുന്നുണ്ട്. ആ ചേഞ്ചിന്റെ ഭാഗമായി ഇപ്പൊ പൊളിറ്റിക്സിൽ CPM-ന്റെ DTFK, ഡെമോക്രാറ്റിക് ട്രാൻസ്ജെൻഡർ ഫെഡറേഷൻ ഓഫ് കേരള, ഇപ്പം കോൺഗ്രസിന്റെ ട്രാൻസ്ജെൻഡർ കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടന, അപ്പൊ അവരൊക്കെ അങ്ങനെ ഉൾപ്പെട്ടതുകൊണ്ടാണ് ഇന്ന് അവർ ഫൈറ്റ് ചെയ്തുകൊണ്ട് അവർക്ക് സീറ്റ് കിട്ടിയിട്ടുള്ളത്, അല്ലേ? അപ്പൊ അങ്ങനെ രാഷ്ട്രീയത്തിലും വിദ്യാഭ്യാസത്തിലും പല ഏരിയകളിൽ ആ ഒരു ഇൻക്ലൂഷൻ വന്നിട്ടുള്ളത് നമ്മുടെ ഫൈറ്റിംഗ് മൂലമാണ്. അപ്പൊ അതില് ചില സ്ഥലങ്ങളിൽ നമുക്ക് ഇപ്പോഴും ഒരു ബൈനറി ഉണ്ട്, ബാരിയർ ഉണ്ട്. ബട്ട് വി ക്യാൻ ത്രൂ, അല്ലെങ്കിൽ നമ്മളതിന് ബ്രേക്ക് ചെയ്യുന്നുണ്ട്, നമുക്കതിന് ബ്രേക്ക് ചെയ്ത് പോകാൻ സാധിക്കുന്നുണ്ട്. അത് ഞാൻ എൻ്റെ കാലഘട്ടത്തിൽ ഞാൻ മാത്രമുള്ളതെന്ന് പേടിച്ചിരുന്നൊരു സമയമുണ്ട്. അപ്പൊ ഞങ്ങൾ കുറച്ച് ആക്ടിവിസ്റ്റുകളെ ഉള്ളന്ന്, ഞാനും ഫൈസലും, അല്ലെങ്കിൽ തിരുവനന്തപുരത്തുള്ള കമ്മ്യൂണിറ്റി സിസ്റ്റത്തിലുള്ള ആളുകൾ, എറണാകുളത്തുള്ള കമ്മ്യൂണിറ്റി സിസ്റ്റത്തിലുള്ള ആളുകൾ, അപ്പോൾ പലരും ഈ പറയുന്ന പോലെ കമ്മിങ് ഔട്ട് പ്രോസസ്സ് ഇല്ലാത്ത ആളുകളാണ്. പക്ഷെ എന്നിരുന്നാലും അവരൊപ്പം നിന്നിരുന്നു എന്നുള്ളതാണ്. CBOs ലീഡേഴ്സ് ആയിരുന്നു. അപ്പം നമ്മൾ അന്ന് ഫൈറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കും ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം ഞാൻ പല യൂണിവേഴ്സിറ്റിയിലും കോളേജുകളിലൊക്കെ പോയി സംസാരിക്കുമായിരുന്നു, ഒരുപാട് സംസാരിക്കുമായിരുന്നു. അപ്പം ഒരു 2011 തുടങ്ങി നമ്മൾ ഈ പരിപാടി. അതിനു മുമ്പേ നമുക്ക് ഓർഗനൈസേഷൻ ഉണ്ടായിരുന്നു, ഫെം ജ്വാല. അപ്പം ആ ഫെം ജ്വാല വഴിയാണ് ഞാനൊക്കെ ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് പഠിക്കുന്നത്, ഇവൻ ഹ്യൂമൻ റൈറ്റ്സിനെ കുറിച്ചൊക്കെ. അപ്പം അത് മൈത്രേനും ജയശ്രീ ചേച്ചിയാണ് റൺ ചെയ്തിരുന്നത്. അപ്പം ഫെം ജ്വാല 2005 തൃശ്ശൂർ വരുന്നത്. അപ്പം അത് 4 ജില്ലകളുണ്ടായിരുന്നു ഇവിടെ. അപ്പം അന്ന് നള്ളി ചേച്ചിനെ പോലുള്ള ആളുകൾ ജ്വാല എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ഇവിടെ ഉണ്ടായിരുന്നു തൃശ്ശൂർ. അപ്പം അങ്ങനെ ഒരു മൂവ്മെന്റ് സെൻസ് ആയിട്ടുള്ള ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് നമുക്ക് ഈ പവർ കിട്ടിയിട്ടുള്ളത്. പോലീസ് സ്റ്റേഷനിൽ പോയി സംസാരിക്കാൻ, പബ്ലിക്കിനോട് സംസാരിക്കാൻ, മീഡിയാസിനോടൊക്കെ സംസാരിക്കാനുള്ള ഒരു പവർ കിട്ടിയത്. പിന്നെ 2009 ക്യൂർ പ്രൈഡ് ആരംഭിക്കുന്നു. പ്രൈഡ് വല്ലാത്തൊരു ഇൻഫ്ലുവൻസ് ഈ സമൂഹത്തിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഇവിടുത്തെ ചുംബന സമരത്തെക്കുറിച്ച്, ആർത്തവ സമരത്തെക്കുറിച്ച്, അങ്ങനെ പല സമരത്തെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കാം. അത് സോഷ്യലി ചേഞ്ച് ആയിട്ടുള്ള ഒരു സമരങ്ങളാണ്. അതുപോലെ തന്നെ സോഷ്യലി ഈ സമൂഹത്തിനോട് ചേഞ്ച് ആവാനായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആണ് എന്ത്, ക്യൂർ പ്രൈഡ് മൂവ്മെൻറ്റ്. അപ്പോൾ പരസ്പരം സ്നേഹിക്കാനും പരസ്പരം അഭിമാനത്തെക്കുറിച്ച് സംസാരിക്കാനൊക്കെ പറ്റുന്ന ഒരു മൂവ്മെൻ്റ് ആയിരുന്നു. ആ പ്രൈഡിലൂടെ ഒത്തിരി പേര് കമ്മിങ് ഔട്ട് പ്രോസസ്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പല യൂണിവേഴ്സിറ്റികളിലും പ്രൈഡ് നടത്തിയിട്ടുണ്ട്, പ്രൈഡ് ക്ലബ്ബുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പല മാറ്റം പല ഏരിയയിൽ സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ പല രാഷ്ട്രീയ പാർട്ടികൾ പ്രൈഡിന് ഐക്യദാർഢ്യം പറയുന്നു. ഇപ്പോൾ DYFI അവരുടെ 13ാമത് അന്താരാഷ്ട്ര കോൺഗ്രസ്സിൽ ഹോമോസെക്ഷാലിറ്റിനെ കുറിച്ച് സംസാരിക്കുന്നു. രാഹുൽ ഗാന്ധി അതിനെക്കുറിച്ച് സംസാരിക്കുന്നു. ഇവൻ സെയിം സെക്സ് മാരേജിനെ കുറിച്ച് സംസാരിക്കുന്നു. അപ്പം അതൊക്കെ പലതരത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ഇവിടെ. അതുപോലെ തന്നെയാണ് ഇപ്പം ഈ നരേഷൻ. ഇപ്പോൾ ട്രാൻസുകളുടെ ഒരു കാര്യത്തിൽ ഗവൺമെന്റിന്റെ ഒരു അപ്രോച്ച് തന്നെയാണ് ഇവിടെ ഈ ഒരു എംപവർമെന്റ് ഉണ്ടായിട്ടുള്ളത്. അതിലുപരി ഈ കമ്മ്യൂണിറ്റിയിലുള്ളവർ നേടിയെടുത്തിട്ടുള്ള ഒരു ശാക്തീകരണമുണ്ട്. അപ്പം ഞാൻ സംസാരിക്കുന്ന കാലഘട്ടത്തിൽ ഇന്ന് നോക്കുമ്പോൾ ഇന്ന് ഒത്തിരി പേര് സംസാരിക്കാനുണ്ട്. ഒത്തിരി പേര് പലതരത്തിൽ എന്താ പറയുക ഓപ്പൺ ആയിട്ടുണ്ട്. ഇപ്പം വിജയരാജ മല്ലികാവിനെ പോലെയുള്ള ആളുകൾ, ശ്യാമേനെ പോലെയുള്ള ആളുകൾ, അതുപോലെ ആദ്രജ, സാദിയ, സഞ്ജന, അങ്ങനെ രഞ്ജിമാർ, സൂര്യ ഇഷാൻ, നിരവധി ആദം ഹാരി, അതുപോലെ തന്നെ നിരവധി ട്രാൻസ്മെൻസും ഇന്റർസെക്സ് ആയിട്ടുള്ള ആൾക്കാർ, അങ്ങനെ ഹോമോസെക്ഷാലിറ്റിയിൽ പെട്ടവരും ജെൻഡർ ഐഡന്റിറ്റിയിൽ പെട്ടവരൊക്കെ ആയിട്ടുള്ള QR പേഴ്സൺസ്, അതുപോലെ ഓർഗനൈസേഷൻസ്, സഹയാത്രിക, ദ്വയ, അതുപോലെ ഒയാസിസ്, ലാസ്, MCF, അങ്ങനെ ഒത്തിരി സംഘടനകൾ നമ്മുടെ കേരളത്തിലുണ്ട്. അവരുടെയൊക്കെ തന്നെ പ്രവർത്തന ഫലമായിട്ടാണ് വലിയൊരു മൂവ്മെന്റ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. അത് ഈ സമൂഹത്തിലുള്ള ആളുകൾക്ക് കുറച്ചുകൂടി അവർക്ക് വ്യൂ,
അവരുടെ കണ്ണ് കുറച്ചും കൂടി തുറക്കാനായിട്ട് സഹായിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. നല്ലൊരു ചേഞ്ച് തന്നെയാണ് വന്നേക്കുന്നത്. ഡെഫിനറ്റ്ലി. ഇപ്പോൾ ചേച്ചി ഒരു ആക്ടിവിസ്റ്റ് ആയതുകൊണ്ട് ഞാൻ ചോദിക്കുന്നതാണ്, ഇപ്പോൾ നടക്കുന്ന വിഷയങ്ങൾ അറിഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഒരു നേതാവിൻ്റെ ഇഷ്യൂ, ഒരു പെൺകുട്ടിയുടെ നേരെയുള്ള ഒരു ഇഷ്യൂ ആണത്. അതുപോലെ തന്നെ ഇപ്പോൾ നടിയെ ആക്രമിച്ച കേസിൻ്റെ വിധി 8-ാം തീയതി വരുവാണ്. അപ്പം ഇന്നും 2025-ലും സ്ത്രീകൾ സുരക്ഷിതരാണോ എന്നുള്ളതാണ്. അവർക്ക് നേരെയുള്ള അക്രമങ്ങൾ ഇപ്പോഴും കൂടുന്ന പോലെയല്ലേ? അല്ല, നമ്മളിപ്പോൾ ഈ അടുത്ത് തന്നെ ഒരു സിനിമാ നടി, അപ്പോൾ അവർ പറഞ്ഞു പുരുഷൻ സ്ത്രീയുടെ മുകളിലാണ് താഴെ. അപ്പോൾ എനിക്കത് കേൾക്കുമ്പോൾ അവരെത്രയോ സിനിമ അഭിനയിച്ച സ്ത്രീയാണ്, ഷോസും പ്രോഗ്രാംസൊക്കെ കൊണ്ടുപോയിട്ടൊരു സ്ത്രീയാണ്, കുറേ കൂടി ലോകം കണ്ടിട്ടുള്ള ഒരാളാണ്. പക്ഷെ എന്നിട്ട് പോലും നോളജ് സെൻസിന് ഒരു മാറ്റമില്ല. അപ്പോൾ എനിക്ക് വളരെ അത്ഭുതം തോന്നും, വൈ എന്നുള്ളത്. എന്തുകൊണ്ട് ഇവരിങ്ങനെ? അവരും ഒരു അമ്മയാണ്, അവരൊരു സ്ത്രീയാണ്, അവരൊരു ഭാര്യയാണ്. അപ്പം എങ്ങനെയാണ് ഇങ്ങനെ പറയാൻ നിന്നത്? കാരണം ഇവർ പറയുന്ന ആ സിറ്റുവേഷനിൽ പോലും ഇങ്ങനെ ഒരു അറ്റാക്ക് സംഭവിക്കാം. ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു മിനിറ്റിനുള്ളിലോ സെക്കൻഡിനുള്ളിലോ മണിക്കൂറിനുള്ളിലോ ഇവിടെ ആക്രമിക്കപ്പെടുന്നുണ്ടെന്നാണ് കണക്ക്. സുരക്ഷിതമായിട്ട് സ്ത്രീകൾക്ക് നടക്കാൻ പറ്റാത്ത രാജ്യങ്ങളിൽ ഹ്യൂമൻ ഇൻഡെക്സിൽ ഇന്ത്യ 1-ാം സ്ഥാനത്തുമാണ്. അപ്പോൾ അത് ബേസ് ചെയ്ത് നോക്കുമ്പോൾ നമുക്കറിയാം ഇങ്ങനെ ഈ പല ആളുകൾക്കും നേരെ നടക്കുന്ന ആക്രമണങ്ങൾ. അപ്പം അത് അതിജീവിതയായിട്ടുള്ള പെൺകുട്ടി പറയുന്നത്, അന്നത്തെ കാലത്ത് എനിക്ക് ആരും ഉണ്ടായിരുന്നില്ല സപ്പോർട്ട് എന്നാണ്. ആ സംഭവം നടന്ന സമയത്ത് പൊടുന്നനെയാണ് അവർക്ക് സപ്പോർട്ട് സിസ്റ്റം കിട്ടിയത്. അത് പ്രമുഖനായിട്ടുള്ളൊരു വ്യക്തിക്കെതിരെയായിരുന്നു. പക്ഷെ ഇക്കണ്ട കാലം അത്രയും പിടിച്ചു നിന്നു എന്നുള്ളതാണ് അല്ലേ? അപ്പം ആ കുട്ടിയാൽ എന്തൊക്കെ മാറ്റമാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഒരു സിനിമാ മേഖല എന്ന് പറയുന്നത് മേഖല മാത്രമല്ല, ഇതുപോലുള്ള ആക്രമണം നേരിട്ട് പെൺകുട്ടികൾക്ക് കൂടി ഒരു ഇൻസ്പിറേഷനാണ് ആ കുട്ടി അല്ലേ? അതുപോലെ ഇപ്പം സിനിമ കോൺക്ലേവ് വന്നു, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നു, അതൊക്കെ ആ ഒരൊറ്റ ആളുടെ പ്രശ്നം മൂലമാണെന്നുള്ളതാണ്. അപ്പോൾ ആ പെൺകുട്ടി പിന്തിരിഞ്ഞിരുന്നെങ്കിൽ ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞിരുന്നെങ്കിലോ. പക്ഷെ അവൾ പിടിച്ചു നിന്നു, ധൈര്യത്തോടെ നിന്നു. അപ്പോൾ ഒരു പെൺകുട്ടിയുടെ ധൈര്യം നമ്മൾ മനസ്സിലാക്കണം. അത് എത്ര പേരെ തകർത്തു എന്നുള്ളതാണ് അല്ലേ? എൻറ്റയർ സിനിമ ഇൻഡസ്ട്രിയിൽ വലിയൊരു ഇഷ്യൂ ഉണ്ടാക്കി. ഒരു വലിയ താരസംഘടനയായിരുന്ന അമ്മയിൽ വരെ ഇഷ്യൂ ഉണ്ടാക്കി എന്നുള്ളതാണ് പ്രശ്നം. അപ്പം നമ്മൾ ആരോടൊപ്പം നിൽക്കുമോ എന്നുള്ളതാണ് ചോദ്യം അല്ലേ? നമുക്ക് സർവൈവറിനൊപ്പം നിൽക്കാൻ പറ്റുമോ അതോ കുറ്റാരോപിതനൊപ്പം നിൽക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. അത് നമുക്ക് നേരിട്ട് അതിനെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ മാത്രമാണ്. ഇത് തന്നെയാണ് ഇപ്പോഴത്തെ പുതിയ രാഷ്ട്രീയ നേതാവിന്റെ കേസിൽ. കാരണം അയാൾക്കെതിരെ ആരോപണങ്ങൾ വരുന്നത് മുമ്പല്ല, ഒത്തിരി പേര് ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അയാൾക്ക് ഇപ്പൊ വന്നിട്ടുള്ളത് ഒരു സ്ത്രീയുടെ ഗർഭചിത്രത്തെ കുറിച്ചാണ്. അത് വളരെ തെളിവായിട്ടുള്ള ഒരു കാര്യമാണ്. ഇത്തരം കേസുകളൊക്കെ എവിടെ പോയി തീരുമെന്നുള്ളത്. കാരണം ഇതിനു മുമ്പും രാഷ്ട്രീയ നേതാക്കന്മാർ ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട്, അവർ ജയിൽവാസം അനുഭവിച്ച് തിരിച്ചു വന്നിട്ടുണ്ട്. അത് മാഞ്ഞു പോവുകയും ചെയ്യും. ഡെഫിനറ്റ്ലി. നമുക്കറിയാം എപ്പോഴും ഒരു പെൺകുട്ടിയെ തള്ളിയിട്ടു അല്ലെ? ഗോവിന്ദചാമിനെ ആയിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്. പക്ഷെ ഇപ്പോഴും ഒരു പെൺകുട്ടിനെ തള്ളിയിട്ട് കൊന്നു. നമുക്ക് എന്ത് പ്രിക്കോഷനാണ് ഉള്ളത്? നമുക്ക് അതിനെ എങ്ങനെയാണ് തടയിടാൻ കഴിയുന്നത്? അപ്പം നമുക്കൊക്കെ അത് ഭയങ്കര സംഭവമായിട്ടൊന്നും തോന്നത്തില്ല, ഒരു വാർത്ത അത്രമാത്രം. പക്ഷേ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരാൾക്ക് അത് സംഭവിക്കുന്നെങ്കിൽ ഹൗ എന്നുള്ളതാണ്. അപ്പം അതാണ് ശരിക്കും ഈ ഇത്ര ഇഷ്യൂസിൽ നമ്മൾ നേരിടേണ്ട ഒരു കാര്യം. അപ്പം അതുകൊണ്ട് തന്നെ സ്ത്രീകൾ തന്നെ സ്ത്രീകൾക്കെതിരെ സംസാരിക്കുന്ന ഒരു പ്രവണത ഇല്ലാതാവണം. അല്ല, അവർക്ക് അതിന് നോളജ് സെൻസ് ഉണ്ടാവണം. സ്ത്രീകളാണ് സ്ത്രീകളുടെ ശത്രുക്കളായിക്കോട്ടെ അങ്ങനെ പറയാമെന്നുള്ളത്. പക്ഷെ അങ്ങനെ ഒരു വീട് തന്നെ തെറ്റാ. എല്ലാ സ്ത്രീകളും അങ്ങനെയല്ലല്ലോ, ജനറലൈസ് ചെയ്യുന്നത്. ഇപ്പൊ ട്രാൻസ് എന്തെങ്കിലും കുറ്റം ചെയ്താലും ഉടനെ എല്ലാ ട്രാൻസിന്റെയും പേര് പറയുകയും അവർ മൊത്തം ഇങ്ങനെയാണെന്ന് പറയുന്ന ഒരു സമൂഹമാണ്. പക്ഷെ എപ്പോഴെങ്കിലും പുരുഷൻ കുറ്റം ചെയ്താല് എല്ലാ പുരുഷന്മാരും എങ്ങനെയാണെന്ന് പറയുന്നില്ല. ഒരു പുരുഷൻ റേപ്പ് ചെയ്യുമ്പോൾ എല്ലാ പുരുഷന്മാരും റേപ്പിസ്റ്റ് ആണെന്ന് നമ്മൾ പറയുന്നില്ല. ഇതുപോലെയാണ് സ്ത്രീകൾ. അപ്പോൾ സ്ത്രീ തന്നെയാണ് സ്ത്രീന്റെ ശത്രു എന്ന് പറയുന്നത് പോലെ തന്നെ പുരുഷനാണ് പുരുഷന്റെ ശത്രു എന്ന് പറയേണ്ടി വരും. ശരിക്കും അത് ശരിയല്ല. അത് വ്യക്തി അധിഷ്ഠിതമാണ്. ഒരു വ്യക്തി ഒരു പ്രശ്നം ചെയ്തെന്ന് വെച്ച് അയാളെ ജെൻഡറിനെ അടയാളപ്പെടുത്തി അവിടെ നമ്മൾ ക്രിട്ടിസൈസ് ചെയ്തിട്ട് കാര്യമില്ല. ഡെഫിനറ്റ്ലി. ഇപ്പോൾ നമ്മൾ എടുക്കുന്ന ഒരു ടൂളാണ്. സ്ത്രീകൾക്ക് ഒത്തിരി നിയമങ്ങളുണ്ട്, അതുകൊണ്ട് സ്ത്രീകളെ ഇതിനെ വടിയാക്കുകയാണ്, പുരുഷന്മാരെ അടിയാക്കാൻ. അങ്ങനെയല്ല, എല്ലാ സ്ത്രീകളും അങ്ങനെയല്ല. പക്ഷെ അങ്ങനെ സംഭവിക്കുന്ന കാര്യങ്ങളും ഉണ്ട് എന്നുള്ളതാണ്. അതിനെ നോക്കിക്കണ്ടുകൊണ്ട് തന്നെ നമ്മൾ അതിനെ സംസാരിക്കണം. അത്തരം നിയമങ്ങളുണ്ടെന്ന് വെച്ചിട്ട് അത് ഒരു വ്യക്തി അങ്ങനെ ഒരു പുരുഷനെതിരെ പ്രശ്നം ഉന്നയിച്ചു എന്ന് പറഞ്ഞിട്ട് അത് ഈ നിയമം മാറ്റാനുള്ളൊരു കാര്യമല്ല.
നിയമം നമുക്കുണ്ടായിട്ടുള്ളത് അത് അവർക്ക് മുന്നേറാനുള്ള, അവർക്ക് ധൈര്യം കൊടുക്കാനുള്ള, അവർക്ക് കുറച്ചെങ്കിലും അപ്രോച്ചബിൾ ആവാനുള്ള ഒരു പ്രോസസ്സായിട്ടാണ്. അത് എൻറ്റയർ പുരുഷനെ സംഭവിക്കുന്ന ഒരു കാര്യമല്ല. അപ്പം അത് പലപ്പോഴും കാരണം കരുതലുള്ള, സ്നേഹിക്കാൻ അറിയുന്ന, റെസ്പെക്റ്റ് ചെയ്യാൻ അറിയുന്ന, ബഹുമാനിക്കാൻ അറിയാവുന്ന ഒത്തിരി പുരുഷന്മാരുള്ള സ്ഥലമാണ്. അതുകൊണ്ട് ഫെമിനിസം പറയുന്ന എല്ലാ സ്ത്രീകളും പുരുഷവിരോധികളല്ല. ഫെമിനിസം ഒരിക്കലും പുരുഷവിരോധം അല്ല എന്നുള്ളതാണ്. പക്ഷെ ഈ സ്ത്രീകളുടെയും ഇത്തരം പുരുഷന്മാരുടെയൊക്കെ ചിന്ത ഇങ്ങനെയാണ്. കാരണം ഫെമിനിറ്റി എന്നുള്ളൊരു വാക്ക് ഇപ്പൊ വളരെ മോശമായിട്ട് ഉപയോഗിക്കാൻ പോലും ഈ ആളുകൾ ഉപയോഗിക്കുന്നത് ഇങ്ങനെയാണല്ലോ. അവർക്ക് അതിന്റെ ഒരു സെൻസ് അറിയാത്തതുകൊണ്ടാണ്. എങ്ങനെയാണ് ഫെമിനിസം ഉണ്ടാവുന്നത്, എങ്ങനെയാണ് അത് താഴെ തട്ടിലുള്ള ആളുകൾക്കിടയിൽ, ഇപ്പം എലീറ്റ് ഫെമിനിസ്റ്റിൽ നിന്നും ദളിത് ഫെമിനിസ്റ്റിലേക്കും ട്രാൻസ് ഫെമിനിസ്റ്റിലേക്കും മുസ്ലിം ഫെമിനിസ്റ്റിലേക്കും ഇന്റർസെക്ഷണാലിറ്റിയിലേക്കൊക്കെ എങ്ങനെയാണ് ഫെമിനിസ്റ്റ് നമുക്ക് ഡൗൺ എർത്ത് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് എന്നുള്ളത് അത് പ്രവർത്തനത്തിന്റെ ഫലമാണ്. ഇതിനൊരു പ്രാക്ടീസ് ഉണ്ടല്ലോ, പെട്ടെന്നുണ്ടായതല്ല. അതിജീവിതയുടെ സമരം കൊണ്ട് ഉണ്ടായതല്ല ഫെമിനിസം. സിനിമാ നടികൾ കൊണ്ടുവന്നതല്ല ഫെമിനിസം. ഫെമിനിസം 80കളിലേ ഉണ്ടായിട്ടുള്ളതാണ്. അതൊരു ബ്ലാക്ക് ഫെമിനിസ്റ്റ് ആണ് അത് ഇന്റർസെക്ഷനാലിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പം ഫെമിനിസ്റ്റിന് അതിന്റെ ചരിത്രമുണ്ട്, ഹിസ്റ്ററി ഉണ്ട്, സമരങ്ങളുണ്ട്. ഫെമിനിസ്റ്റിന് പൊളിറ്റിക്സ് ഉണ്ട്, അതിന് പലതരം അന്തർധാരയുണ്ട്, ഏടുകളുണ്ട്. ഇതിനെ മനസ്സിലാക്കാത്ത കുറേ മോശം ആളുകളാണ് അതിനെ ഇങ്ങനെ പോർട്രേറ്റ് ചെയ്യുന്നത്. സ്ത്രീകളും അതുണ്ടെന്നുള്ളത് പ്രിവിലേജ്ഡ് ആയിട്ടുള്ള സ്ത്രീകൾക്ക് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, എന്തിനാണ് ഈ ഇക്വാലിറ്റിക്ക് വേണ്ടി സംസാരിക്കുന്നത് എന്ന്. ഇപ്പോൾ ബിഗ് ബോസിൽ പണ്ട് സീസൺ 4 ഉണ്ടായിരുന്ന ഒരു കോണ്ടസ്റ്റന്റ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എന്തിനാണ് ഇയാൾ ഇങ്ങനെ എപ്പോഴും ഇക്വാലിറ്റിക്ക് വേണ്ടി സംസാരിക്കുന്നത്. പക്ഷെ ആ പറയുന്ന പെൺകുട്ടി അവിടെ പ്രിവിലേജ്ഡ് ആണ്. അപ്പോൾ അവർക്ക് ആ ഫെമിനിസം ആവശ്യമില്ല എന്നൊരു തോന്നലാണ്. അല്ല, ഇതിലിപ്പോൾ പ്രിവിലേജ്ഡ് ആയെന്ന് ഇപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അതൊരു കുടുംബസ്ത്രീ അല്ലെങ്കിൽ കുലസ്ത്രീ എന്ന് പറയുന്ന ഒരു സ്ത്രീ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ശരിക്കും അവർ ഒരു പ്രിവിലേജ് അവിടെ അനുഭവിക്കുന്നില്ല. ഭർത്താവിന് ചോറുണ്ടാക്കി കൊടുക്കുന്നതാണ് പ്രിവിലേജ്, ഭർത്താവിന് കുഞ്ഞുങ്ങളെ നോക്കി വീട്ടിലിരിക്കുന്നതാണ് പ്രിവിലേജ് എന്ന് വിചാരിച്ചാൽ അത് പ്രിവിലേജ് അല്ല. അത് അവരെ സംബന്ധിച്ചിടത്തോളം പ്രിവിലേജ് ആയിരിക്കും. പക്ഷെ നമുക്ക് പ്രിവിലേജിനെ വേറെ രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യാം. നമ്മുടെ സ്വാതന്ത്ര്യം അനുസരിച്ച്, നമ്മുടെ സ്വാതന്ത്ര്യത്തെ ആരും ഹനിക്കാത്ത രീതിയിൽ നമുക്ക് ചുറ്റുമുണ്ടെങ്കിൽ അവരെ നമ്മുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പഠിപ്പിക്കുകയും അതിനെ കുറച്ചുകൂടി എംപവർ ആക്കി സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് നമ്മുടെ എന്ത് ചെയ്യാൻ പറ്റുന്നത്, പ്രിവിലേജ് ആരംഭിക്കാൻ പറ്റുന്നത്. അപ്പോഴാണ് നമ്മൾ സ്വയം റിയലൈസ് ചെയ്യാൻ പറ്റുന്നത്, നമ്മുടെ ഐഡന്റിറ്റിയെ പ്രൗഡായിട്ട് നമുക്ക് എപ്പോഴാണ് പറയാൻ കഴിയുന്നത്, അപ്പോഴാണ് നമുക്ക് ആ പ്രിവിലേജ് സിസ്റ്റം കിട്ടുന്നത്, അല്ലേ? ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു സ്ത്രീ, അവർക്ക് കുറേ സമ്പത്തുണ്ട്, അവർക്ക് വലിയ വീടുണ്ട്, അവർക്ക് കുറേ കാറുണ്ട്, അത് പ്രിവിലേജ് ആണെന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കൂല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പുറത്തിറങ്ങി നല്ല സൗകര്യപൂർവ്വം നടക്കുന്നുണ്ടോ, ഞാൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ എന്നെ ആരും പ്രശ്നമില്ലാതെ, എന്നെ ആരും ഹറാസ് ചെയ്യുകയോ ബുള്ളിങ് ചെയ്യാതിരിക്കുന്നുണ്ടോ, എനിക്ക് കടൽ തീരത്ത് ആരുടെയും ശല്യമില്ലാതെ കാറ്റ് കൊണ്ടിരിക്കാൻ പറ്റുന്നുണ്ടോ, എനിക്ക് യാത്രകൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ, എനിക്ക് വിഷമമില്ലാതെ എനിക്ക് സ്വൈര്യമായി വിഹാരം നടത്താൻ പറ്റുന്നുണ്ടോ, എനിക്ക് മറ്റൊരാളോടും അനുവാദം ചോദിക്കാതെ എനിക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നുണ്ടോ, ദാറ്റ്സ് മൈ പ്രിവിലേജ്. എനിക്ക് എന്നെ സെലിബ്രേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടോ, പ്രൗഡ് മൈസെൽഫ് ആസ് എ ട്രാൻസ് പേഴ്സൺ, എൻ്റെ ഡിഗ്നിറ്റിയെ എനിക്ക് എൻഹാൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, എൻ്റെ നേരെ ആരെങ്കിലും ഇത്തരം കാര്യങ്ങൾ കൊണ്ടുവരുമ്പോൾ അതിനെ എനിക്ക് പ്രതിരോധിക്കാൻ കഴിയുന്നുണ്ടോ, ദാറ്റ്സ് മൈ പ്രിവിലേജ്. അതാണ് എൻ്റെ പ്രിവിലേജ്. അല്ലാതെ നിങ്ങൾക്ക് കുറെ കാശുണ്ട്, നിങ്ങൾക്ക് സോഷ്യലി ഉള്ള ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട്, അതിനെ പ്രിവിലേജ് എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ കരുതുന്നുണ്ടെങ്കിൽ അത് തെറ്റാ. അപ്പൊ ഇക്വാലിറ്റിയും ഇക്വിറ്റിയും വ്യത്യാസമുണ്ട്. ഒന്ന്, നമുക്ക് കുറെ സ്വത്തുണ്ടോ, സമ്പത്തുണ്ടോ, അല്ലെങ്കിൽ നമുക്ക് പഠനമുണ്ടോ എന്നുള്ളതൊക്കെ വിചാരിച്ചുകൊണ്ട് മറ്റൊരാളുടെ ഐഡന്റിറ്റിയെ നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല. അതെന്തുകൊണ്ടാ വെച്ചാൽ നിങ്ങൾ ആ ആളുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇപ്പം നമ്മൾ സംവരണത്തെക്കുറിച്ച്, റിസർവേഷനെ കുറിച്ച് സംസാരിക്കും. ഇപ്പം ആസ് എ ട്രാൻസ് പേഴ്സൺ എനിക്ക് റിസർവേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എനിക്ക് പഠിക്കാൻ പറ്റുള്ളൂ, അല്ലേ? കാരണം എൻ്റെ സമൂഹത്തിന് അവിടെ റിസർവേഷനുള്ള സംവിധാനമില്ല. അവിടെ എനിക്ക് പഠിക്കാൻ പറ്റുന്ന എന്തുകൊണ്ടാണ്? റിസർവേഷൻ കൊണ്ടാണ്. കാരണം ഞാൻ വളരെ ചുരുങ്ങിയ ആളുകളിൽ പെട്ട ഒരാളുകളാണ്. നിങ്ങളാണ് ഭൂരിപക്ഷം, നമ്മൾ വളരെ ന്യൂനപക്ഷമാണ്. ന്യൂനപക്ഷത്തിൽ നിന്നുള്ള എനിക്ക് കുറച്ച് സംവരണം കൊണ്ട് പ്രിവിലേജ് കിട്ടുന്നെങ്കിൽ എന്തുകൊണ്ട്, അല്ലേ? അവിടെ നിങ്ങളൊരു നോർമൽ ഹ്യൂമൻ ബീങ് ആണ്, അതുകൊണ്ട് നിങ്ങൾക്ക് സംവരണം വേണ്ടെന്ന് പറഞ്ഞാൽ ശരിയല്ല.
അല്ലെ? കാരണം ഇപ്പൊ നമ്മൾ സംവരണത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ, പ്രിവിലേജിനെ കുറിച്ച് സംസാരിക്കുമ്പോഴും ഇവിടെ ഭൂരിപക്ഷം പ്രിവിലേജ് ആർക്കായിരിക്കാം? ജാതി കൊണ്ടും ഐഡന്റിറ്റി കൊണ്ടും സമ്പത്ത് കൊണ്ടും ഒക്കെ നിൽക്കുന്ന ആളുകളാ. കാര്യം നമുക്ക് വെറുതെ പറയാം, ദ്രൗപദി മുർമു നമ്മുടെ രാഷ്ട്രപതിയാണ്, അവരൊരു ദളിത്. പക്ഷെ നമ്മുടെ ഉള്ള സമ്പന്നരാരായിരിക്കാം? ബാക്കിയുള്ളത് നോക്കുമ്പോൾ നമ്മുടെ ഭൂമിയും നമ്മുടെ ഉപഭോഗ വസ്തുക്കളും നമ്മുടെ സമ്പത്തും എല്ലാം കൈകാര്യം ചെയ്യുന്നത് ഇവിടുത്തെ വളരെ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആളുകളാ. അവർക്കിടയിൽ ഇപ്പോഴും വളരെ താഴെത്തട്ടിൽ തന്നെയാണ് ദളിതുകളുടെയും ആദിവാസികളുടെയും മറ്റു വിഭാഗക്കാരുടെയും ഒക്കെ കാര്യം, അല്ലെ? അപ്പൊ നമ്മള് താഴെത്തട്ടിൽ നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടി എന്ത് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്? അവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. പക്ഷെ ഈ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാര് എവിടുന്നാ വന്നത്, അല്ലെ? ഇപ്പൊ ട്രൈബൽസ് എന്ന് പറയുമ്പോൾ, ഞാൻ ഇന്ത്യയിൽ ജീവിക്കുന്ന ട്രൈബൽ ആണെങ്കിൽ ഞാൻ ഇവിടെ ജനിച്ച് എൻ്റെ തലമുറ മുഴുവൻ ഇവിടെ ജനിച്ച ആളുകളാ, അല്ലെ? നിങ്ങൾ എവിടുന്നാ വന്നത്? നിങ്ങൾ പാശ്ചാത്യരാ, അല്ലെ? ഇപ്പം നമുക്കിപ്പോൾ ഓസ്ട്രേലിയ എന്ന് പറയുന്ന ഒരു രാജ്യം, അത് ട്രൈബൽ ഏരിയ ആയിരുന്നു, ട്രൈബൽസ് ആയിരുന്നു അവിടെ ഇരുന്നത്. ബ്രിട്ടീഷ് കൊളോണിയൽ ഐഡിയോളജി അവിടെ പോയിട്ട് അത് മുഴുവൻ നാശം തരിപ്പണാക്കി. എന്നിട്ട് അവരത് എപ്പോഴും അവരുടെ കീഴിലാണ്. പക്ഷെ ആ നാട്ടിലെ ആളുകൾക്ക് വേണ്ടി എന്ത് ചെയ്യുന്നവര്? സപ്പോർട്ട് കൊടുക്കാണ്. മനസ്സിലായോ? ആ സപ്പോർട്ട് വാങ്ങാൻ പോകുന്ന എന്റെ ഗതികേട് എന്തായിരിക്കാം? അതന്നെയാണ് സംവരണം ചോദ്യം ചെയ്യുന്ന ആളുകളുടെ അടുത്തും നമുക്ക് പറയാനുള്ളത്, അല്ലേ? ഇവിടെ നിലനിന്നിരുന്ന, സർവൈവ് ചെയ്തിരുന്ന, ഇവിടെ ജീവിച്ചിരുന്ന മനുഷ്യരെ നേരെ നിങ്ങൾ എല്ലാ തരത്തിലുള്ള ഇഗ്നോറൻസും ഹറാസിങ്ങും എല്ലാം കൊടുത്തു അവരെ താഴ്ത്തട്ടിലാക്കി. എന്നിട്ട് നിങ്ങൾ ഇപ്പം അവരെ പൊക്കിക്കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. ഇപ്പോൾ കോടിക്കണക്കിന് രൂപയാണ് ഓരോ ബഡ്ജറ്റ് അലൊക്കേഷനിലും സ്റ്റേറ്റ് ഗവൺമെൻറ്റും നാഷണൽ ഗവൺമെന്റ് ഒക്കെ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. എന്നിട്ടും നമുക്ക് എന്ത് ചേഞ്ചാണ് ഉണ്ടാവുന്നത് നമ്മുടെ സൊസൈറ്റിയിൽ, അല്ലെ? നമുക്കിപ്പോഴും ജാതിക്കോളം അടയാളപ്പെടുത്തണം. നമുക്കിപ്പോഴും അത്തരം സംവരണം ഉണ്ടെങ്കിൽ നമ്മളെ ആ കണ്ണിലൂടെ കാണുന്നത്, അല്ലെ? ഇപ്പോൾ ഒരു ടീച്ചറാണ് ഒരു സ്കോളറോട് പറഞ്ഞത്, നിങ്ങൾ ഈ ഷെഡ്യൂൾ കാസ്റ്റിൽപ്പെട്ട ആളുകളൊന്നും സംസ്കൃതം പഠിക്കേണ്ട ആവശ്യമില്ല, സംസ്കൃതം ഒരു പവിത്രമായ ഭാഷയാണ്. ഒരു HOD പറയുന്നത്. അതാണ് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും ജാതിയോടുള്ള, ഐഡന്റിറ്റിയോടുള്ള, ജെൻഡറിനോടുള്ളൊരു കോൺസെപ്റ്റ്. അപ്പം ഇവരെ മൊത്തം അവയർനെസ് ചെയ്യിപ്പിക്കണമെങ്കിൽ നമുക്ക് ഇത്തിരി പാടുപെടേണ്ടി വരും. പക്ഷെ എനിക്ക് പ്രതീക്ഷയുണ്ട്, ഇവിടുത്തെ പുതിയ തലമുറ കുറച്ചും കൂടി ഓപ്പൺ ആണ്, അവർ ഇതിനെക്കുറിച്ച് നല്ല നോളജ് ഉള്ളവരാണ്. അതെ, ഉറപ്പായിട്ടും. ഇപ്പം നമ്മൾ കാസ്റ്റിനെ പറ്റി സംസാരിക്കുമ്പോൾ ഇപ്പം നമുക്ക് പറയാം, ഒരു പ്രശസ്ത ഗായകനാണ് വേടൻ. കാസ്റ്റിനെ പറ്റി തന്നെ സംസാരിച്ച് അതിനെക്കുറിച്ചുള്ള പാട്ടുകൾ പാടി പ്രശസ്തനായ ഒരാളാണ്. എന്നിട്ടും കാസ്റ്റിൻ്റെ കാര്യത്തിൽ തന്നെ അയാളെ ഒരുപാട് കേൾക്കുന്നുണ്ട് വിമർശനങ്ങൾ. എന്താണ് അതിനുള്ള അഭിപ്രായം? അല്ല, ഒന്ന് വേടൻ വളരെ സഫർ ചെയ്ത് നിന്നിട്ടുള്ള ഒരാളാണ്. ഐ തിങ്ക് വേടൻ്റെ മാതാപിതാക്കൾ വളരെ കഷ്ടപ്പെട്ടാണ് അവനെ വളർത്തിയത്. ഒന്ന് അങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് അവൻ കൂലിപ്പണിക്ക് പോയിട്ടാണ് ജീവിച്ചത്. ഞാൻ വേടനെ പരിചയപ്പെടുന്നത് 70s. അപ്പം വേടൻ്റെ ഒരു സുഹൃത്ത് വഴിയാണ്, ഒരു ആൽബത്തിന് വേണ്ടി കുറച്ച് ലിറിക്സിൻ്റെ കാര്യങ്ങൾ സംശയം തീർക്കാൻ വേണ്ട അന്ന് മുതലുള്ള പരിചയമാണ്. അപ്പം അന്നൊന്നും പ്രശസ്തനായിട്ടില്ല, പക്ഷെ പാട്ടുകൾ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഊരാളി ബാൻഡുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളാണ്, അവരായിട്ട് ഭയങ്കര കണക്ഷനാണ്. അപ്പം അവരും വേടനൊക്കെ ആയിട്ട് ഭയങ്കര ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് വേടൻ്റെ ലൈഫിനെ കുറിച്ച് കുറച്ച് അറിയാമായിരുന്നു. പിന്നെ വേടൻ്റെ സുഹൃത്തായിട്ടുള്ള അജിത് ടീച്ചറുടെ മകൻ, അപ്പോൾ അങ്ങനെയൊക്കെയാണ് വേടനെ പരിചയം. പക്ഷെ നമ്മൾ പുതിയ ഒരു സമയം നോക്കുമ്പോൾ വേടൻ എവിടെ നിന്ന് വന്നു, പെട്ടെന്ന് എങ്ങനെയാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത്, എങ്ങനെയാണ് അയാളുടെ പിന്നാലെ ആളുകൾ കൂടുന്നത്, അയാളുടെ പാട്ടുകൾക്ക് എന്തുകൊണ്ടാണ് ഇത്ര അധികം ആളുകൾ വരുന്നത്. അപ്പോൾ വേടൻ പറയുന്നത് ജാതിയുടെ രാഷ്ട്രീയമാണ്. ജാതി പൊളിറ്റിക്സ് മാത്രമല്ല, ഇഗ്നോറൻസിൻ്റെ പൊളിറ്റിക്സ് പറയുന്നുണ്ട്, നീക്കി നിർത്തലിൻ്റെ രാഷ്ട്രീയം പറയുന്നുണ്ട്, മാർജിനലൈസ് ആയിട്ടുള്ള ആളുകളുടെ രാഷ്ട്രീയം പറയുന്നുണ്ട്, വേദനയുടെ, അപമാനത്തിൻ്റെ, എല്ലാത്തിൻ്റെയും രാഷ്ട്രീയത്തെക്കുറിച്ച് വേടൻ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ പാട്ടെഴുതാനായിട്ട് പഴയ കവികൾക്ക് കഴിയത്തില്ല ചിലപ്പോൾ. അപ്പോൾ ഇപ്പോൾ നമ്മൾ വേടനെ അടി കിട്ടിയപ്പോൾ ഇന്ന ആളെ പോലെ, വയലാറിനെ പോലെ, അവരെ പോലെ പാട്ട് എഴുതേണ്ട കാലഘട്ടം അല്ല അത്. കാരണം അത് മാത്രമാണ് പാട്ട്. ഇവരെ പോലെയുള്ള സാമൂഹിക ഉന്നമനത്തിന് പ്രവർത്തിച്ചിട്ടുള്ള ആളുകൾ ഇരുന്നിട്ട് പോലും ഇപ്പോഴും നമ്മൾ ഇത് അനുഭവിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ
നമ്മുടെ ഗതികേടാ അത്, അല്ലെ? ഇപ്പൊ ശ്രീനാരായണ ഗുരുവിനെ പോലെ, അയ്യങ്കാളിനെ പോലെ, പൊയ്കയിൽ അപ്പച്ചനെ പോലെ, ഗാന്ധിജിയെ പോലെ, അങ്ങനെ ഒത്തിരി ആളുകള്. ഇപ്പൊ പഴയ ആളുകളെ നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ അവര് സ്ത്രീ ശരീരത്തെക്കുറിച്ചും പ്രകൃതിയെക്കുറിച്ചും ഒക്കെ എഴുതിയിട്ടുള്ളത് എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് അറിയാം. മാത്രമല്ല ഇപ്പൊ നമ്മള് എല്ലാ തരത്തിലുള്ള ലീഡേഴ്സ്, പ്രത്യേകിച്ച് നവോത്ഥാന നായകന്മാർ, ഇപ്പൊ ഗാന്ധിജി, പൊയ്കയിൽ അപ്പച്ചൻ, ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി, അങ്ങനെ ഒത്തിരി ആളുകൾ, അവരെ പോലും നമ്മളിപ്പോഴും തള്ളിപ്പറയുന്ന ആളുകളാണ്. ഇപ്പൊ ഈ സമകാലീന രാഷ്ട്രീയത്തിൽ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഗാന്ധിജീനെ നമ്മളെങ്ങനെയാണ് പോർട്രേറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു സംഘപരിവാർ രാഷ്ട്രീയം ഇവിടെ നിലനിൽക്കുമ്പോഴും ആ സംഘപരിവാർ രാഷ്ട്രീയത്തിനെ വളരെ കൃത്യമായിട്ട് നമ്മുടെ യുവജനതയ്ക്കുള്ളിൽ കുത്തിവെക്കുമ്പോഴും അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഇത് സംസാരിച്ചുകൊണ്ടേയിരിക്കണം. അപ്പം വേടനെതിരെ വരുന്ന മുഴുവൻ വിമർശനങ്ങളും പലപ്പോഴും ഇത്തരം ആളുകളിൽ നിന്നാണ്. അത് വേടന് മാത്രമല്ല, ടി ശ്യാംകുമാർ എന്ന് പറയുന്ന ചരിത്രകാരൻ, മാളവിക ബിന്നി എന്ന് പറയുന്ന ചരിത്രകാരി, ഇവരൊക്കെ ദളിത് ആക്ടിവിസ്റ്റുകളാണ്. സണ്ണി എം കപ്പിക്കാട്, ഇവരൊക്കെ ദളിത് ആക്ടിവിസ്റ്റുകൾ. അവർ ചരിത്രത്തെക്കുറിച്ച് ഈ സമൂഹത്തോട് പറയുന്നുണ്ട്, മനസ്സിലായോ? അപ്പോ അതിനെതിരെ സംസാരിക്കുന്ന സംഘപരിവാറിന്റെ കുറെ ദൂതന്മാരുണ്ട്. ഇപ്പൊ രാഹുൽ ഈശ്വറിനെ പോലെയുള്ള കുറെ ദൂതന്മാര്. അപ്പം വേടൻ എന്ന് പറയുന്ന ആളുകൾക്ക് നേരെ ഈ പറയുന്ന ഒളിയമ്പുകൾ ചെയ്യുന്നത് ഫുള്ളും ഈ പ്രൊഫൈലുകളിൽ നിന്നാണ്. അവർക്ക് അതിനു വേണ്ടി എന്താ പറയാ, സോഷ്യൽ മീഡിയ ടീം വരെയുണ്ട്. ആ പ്രൊഫൈലുകളിൽ നിന്നാണ് ഇതിനെതിരെ കമ്മിറ്റ്. പക്ഷെ വേടൻ അതൊന്നും കണ്ട് ഭയക്കുന്നില്ല. കാരണം അയാൾ സംസാരിക്കുന്നത് അയാളുടെ ലൈഫിന്റെ രാഷ്ട്രീയമാണ്. അയാൾ എഴുതിയ പാട്ടുകളൊക്കെ ഇവിടെ ഹിറ്റാണെങ്കിലും അയാൾ ഈ പോകുന്ന സ്ഥലത്തൊക്കെ ജനങ്ങൾ കൂടണമെങ്കിലും അതിനൊരു മാറ്റമുണ്ട്. പക്ഷെ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഇപ്പൊ നന്ദഗോവിന്ദൻ എന്ന് പറയുന്ന ഒരു ഭജന ട്രൂപ്പ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇവര് പലപ്പോഴും ഞാൻ കണ്ടത് നന്ദഗോവിന്ദം ഭജന വന്നിട്ടുണ്ട്, വേടന്റെ അടുത്തെത്തൂല എന്നുള്ളതാണ് പലരും കമന്റ്സ് ഇടുന്നത്. വേടൻ സംസാരിക്കുന്നത് രാഷ്ട്രീയമാണ്, പൊളിറ്റിക്സ് ആണ്, വേടന്റെ ഭാഷയാണ്. പക്ഷെ നന്ദഗോവിന്ദം പാടുന്നത് മറ്റുള്ളവരുടെ റിലിക്സ് എടുത്ത്, മറ്റുള്ളവരുടെ വരികളെടുത്ത്, മറ്റുള്ളവരുടെ സംഗീതം ഉപയോഗിച്ചിട്ടാണ് ഇവര് ഈ ആളുകളെ കയ്യിലിരുത്തുന്നത്. ഈ ആളുകളൊക്കെ വളരെ എലീറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് മുഴുവനാണ് മുൻസീറ്റ്, മുമ്പിലിരിക്കാൻ ടിക്കറ്റ് എടുത്ത് മുമ്പിലിരിക്കുന്നു. വളരെ എലീറ്റ് ആയിട്ടുള്ള ആൾക്കാർ, പുറകില് അതിന് മുന്നിലുള്ള ആൾക്കാർ, ഇവർ എന്നിട്ട് ഭജന കേൾക്കുന്നു, ദൈവത്തെ അനുസ്മരിക്കുന്നു. അപ്പം ദൈവമായിട്ടാണ് ഇവിടെ കണക്ട് ചെയ്യുന്നത്. അതും ഇങ്ങനെ കൂട്ടം ഉണ്ടാവണമെങ്കിൽ ഇങ്ങനെ ഇതിന്റെ ഭാഗമാണ്. അത് ശരിക്കും ഈ പറയുന്ന ജാതീയതയുമായി വളരെ ഇതിന് കണക്ഷനുണ്ട്. ഇപ്പം അവർ പാടുന്നതോ അവർ പെർഫോം ചെയ്യുന്നതോ ഒന്നുമല്ല നമ്മളെ സംബന്ധിക്കുന്ന വിഷയം. എങ്ങനെയാണ് ഇതിനെ കൂട്ടിക്കെട്ടുന്നത്? വേടന്റെ രാഷ്ട്രീയവുമായിട്ട് നന്ദഗോവിന്ദം ഭജനയുമായിട്ട് കൂട്ടിക്കെട്ടേണ്ട ആവശ്യകതയില്ല. അപ്പൊ അതിനാള് കൂടുന്നു, ഇതിനാള് കൂടുന്നു. ആള് ഇപ്പോഴും ആർക്കൊപ്പം നിൽക്കുമെന്നുള്ളതൊന്നും നമുക്കറിയാൻ പറ്റില്ല. കാരണം താഴ്ത്തപ്പെട്ടവരെന്നും താഴ്ത്തപ്പെട്ടവരാ. അവരോടൊപ്പം നിൽക്കാൻ വളരെ കുറച്ച് ആളുകളേ ഉള്ളൂ. എപ്പോഴും ഭൂരിപക്ഷത്തിന് തന്നെയാണ് എപ്പോഴും സപ്പോർട്ട് സിസ്റ്റം ഉണ്ടാവുന്നത്. അപ്പോൾ വേടൻ സംസാരിക്കട്ടെ, വേടന് നേരെ വരുന്ന എല്ലാതരം എന്താ പറയാ അമ്പുകളെയും അവനെ എതിർക്കാൻ കഴിയട്ടെ. അതിപ്പോ അവാർഡ് ലഭിച്ച സമയത്ത് വേടന് നേരിടേണ്ടി വന്ന അലിഗേഷൻസ് ഉണ്ട്. അപ്പൊ അതിനോട് എന്താണ് അഭിപ്രായം? അല്ല, വേടനെതിരെ മുമ്പും അലിഗേഷൻസ് ഉണ്ടല്ലോ, ഇതിനു മുമ്പല്ല, അവാർഡിനും മുമ്പും അലിഗേഷൻസ് ഉണ്ട്. അപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ഇപ്പം ഞാൻ പേഴ്സണലി സംസാരിക്കുന്നതാണ്, എനിക്ക് കണക്ഷനുള്ള ആളാണ്. ഞാൻ സംസാരിച്ചിടത്തോളം എനിക്ക് മനസ്സിലായിട്ടുള്ളത്, അദ്ദേഹത്തിനോട് ആ അലിഗേഷൻസ് ഉന്നയിച്ച ആളുകളൊക്കെ തന്നെ അത് ഉഭയസമ്മർദ്ദപ്രകാരം നടന്നിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ അതിനുശേഷം എന്തോ നടന്നു എന്നുള്ളത് ആ രണ്ട് വ്യക്തികൾ സംസാരിക്കേണ്ട കാര്യങ്ങളാണ്, അത് പ്രൂവ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. പിന്നെ ഇത് പലപ്പോഴും ഒരു സിറ്റുവേഷനിലായിട്ട് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വേടൻ്റെ ഏതെങ്കിലും പ്രോഗ്രാം വരുമ്പോഴോ, വേടൻ്റെ എന്തെങ്കിലും അവാർഡ് കിട്ടുമ്പോഴോ, വേടൻ്റെ എന്തെങ്കിലും വേദി കിട്ടുമ്പോൾ മാത്രം ഈ കാര്യങ്ങൾ പൊന്തി വരും, അല്ലേ? ഇപ്പം ഞാൻ പറഞ്ഞു, വേടൻ പാട്ട് എഴുതി സംസാരിച്ചു തുടങ്ങിയിട്ട് വളരെ കാലങ്ങളായി. ഇപ്പം നമ്മുടെ മുമ്പത്തെ സിനിമയൊക്കെ വരുമ്പോൾ വേടൻ്റെ പാട്ടുകൾ അതിലുണ്ട്. അതിലൊക്കെ വേടനെ കുറിച്ച് നന്നായിട്ട് അറിയാം. ഇവരായിട്ട് ബന്ധം തുടങ്ങിയത് ഇതിനു മുമ്പാണ്. പക്ഷെ ഇപ്പൊ ഇവരിത് ഉന്നയിച്ചു വരുന്നതിന് അതിന്റെ പ്രധാന കാരണം ഞാൻ പറയുന്നു, അതിന് പുറകിൽ ആരൊക്കെയോ ഉണ്ട്, ഇങ്ങനെ ഒരു കാര്യത്തെ നോക്കണം എന്നുള്ളത്. അങ്ങനെയാണ് ഐ ഫീൽ. മറിച്ചായിരിക്കാം, ഐ ഡോണ്ട് നോ. അപ്പോൾ നമ്മളെപ്പോഴും എന്താ പറയാ, നമുക്ക്
ഇന്നത്തെ കാലത്ത് അത് യാഥാർത്ഥ്യമാണോ എന്നുള്ളത് അറിയാൻ ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ തെളിയിക്കപ്പെടണം എന്നുള്ള കാര്യത്തിൽ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ഐ ഫീൽ ഞാൻ പേഴ്സണലായിട്ട് വേടനോട് സംസാരിച്ചതിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത് അങ്ങനെയാണ്. കുറച്ചെങ്കിലും എന്തായാലും ചേച്ചി ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞതിന് താങ്ക് യു സോ മച്ച്. ഇത് എല്ലാവർക്കും എന്തായാലും ഇഷ്ടമാവും, മനസ്സിലാവും. ഒരുപാട് കാര്യങ്ങൾ, അറിവാണ് ചേച്ചി തന്നിരിക്കുന്നത്. എന്തായാലും ഇത്രയും നേരം എൻ്റെ കൂടെ സ്പെൻഡ് ചെയ്തതിന് താങ്ക് യു സോ മച്ച്. ഇനി നമുക്ക് എന്തെങ്കിലും ഇതുപോലെ മീറ്റ് ചെയ്യണം. താങ്ക് യു ചേച്ചി. താങ്ക് യു സോ മച്ച് എനിക്ക് സംസാരിക്കാൻ പറ്റിയതിന്. താങ്ക് യു ഇൻവൈറ്റിംഗ് മീ.